ഡോക്ടർ മനോജ് ജോൺസണുമായിട്ടുള്ള ഒരു പരിചയം എന്ന് പറയുന്നത് കുറെ അധികം വർഷത്തെ ഒരു പരിചയമാണ്. അടുത്ത ഒരു സുഹൃത്താണ് അദ്ദേഹം. എൻ്റെ വളർച്ചയും അദ്ദേഹത്തിന്റെ വളർച്ച ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ കുട്ടികളുടെ ഈ ക്യാമ്പിലേക്ക് അദ്ദേഹം വരണമെന്ന് ഞങ്ങൾ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. എല്ലാ ക്യാമ്പുകളിലേക്കും അദ്ദേഹം വരാറുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം വളരെ സിമ്പിൾ ആയിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ അവതരിപ്പിക്കും. താങ്ക് യു ജസ്റ്റിൻ സർ. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ പരിപാടികളൊക്കെ? ഹാപ്പിയാണോ? ഇഡ്ലിയുടെ കൂടെ എന്താ കഴിച്ചേ? സാമ്പാർ, പിന്നെ ചട്നി, ചമ്മന്തി. ഓക്കെ. ഇന്ന് ഉച്ചക്ക് എന്തായിരുന്നു ഫുഡ്? ചോറ്. ഓക്കെ. ചോറിന്റെ കൂടെ സാമ്പാർ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. പിന്നെ ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു. ഓക്കെ. പിന്നെ പപ്പടം, അച്ചാറ്, ഓക്കെ, പുളിശ്ശേരി, അച്ചിങ്ങ. ഓക്കെ. പൊതുവെ നമ്മൾ വീട്ടിൽ കഴിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. വീട്ടിൽ പൊതുവെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ കഴിക്കുന്നവർ എത്ര പേരുണ്ട്? ഓക്കെ. പുട്ട് കഴിക്കുന്നവർ എത്ര പേരുണ്ട്? ഓക്കെ. ഉപ്മാവ്. ഓക്കെ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി കഴിക്കുന്നവരുണ്ടോ? ബ്രെഡ് കഴിക്കുന്നവരുണ്ടോ? ഇപ്പൊ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ശരിക്കും നമുക്ക് എന്താണ് ആവശ്യം, എത്ര അളവിലാണ് ആവശ്യം, ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്തായാലും മുടിയൊന്നും കൊഴിയരുത്, മുഖക്കുരു വരരുത്, സ്കിന്നിൽ ചൊറിച്ചിലൊന്നും ഉണ്ടാകരുത്, നല്ല വളർച്ച വേണം, ഓർമ്മശക്തി കിട്ടണം, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണം, അങ്ങനെയൊക്കെ ആഗ്രഹമില്ലേ? അല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന് കുറച്ച് കാര്യങ്ങൾ ശരീരത്തിന് ആവശ്യമുണ്ട്.